തൊഴിൽ തട്ടിപ്പ് കേസിൽ പ്രതി കാർത്തിക പ്രതി പണം തിരികെ ചോദിച്ചവരെ ഭീഷണിപ്പെടുത്തി പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചതിന് തെളിവുകൾ ലഭിച്ചു. കാർത്തിക പ്രദീപിന്റേതെന്ന് കരുതുന്ന ശബ്ദ സന്ദേശം സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നുണ്ട്. അറസ്റ്റിന് തൊട്ടു മുൻപുള്ള ഫോൺ കോളാണ് ഇതെന്ന് പോലീസ് കരുതുന്നു. തട്ടിപ്പ് ചോദ്യം ചെയ്തവരോട് രൂക്ഷമായിട്ടുള്ള ഭാഷയിലാണ് കാർത്തികയുടെ പ്രതികരണം. കാർത്തികയുടെ ഫോൺ കസ്റ്റഡിയിലെടുത്ത പോലീസ് കോൾ രേഖകൾ വിശദമായി പരിശോധിക്കുകയാണ്. കാപ്പ കേസ് പ്രതികളെ ഉപയോഗിച്ചാണ് കാർത്തിക പല ഇടപാടുകാരെയും ഭീഷണിപ്പെടുത്തിയിരുന്നതെന്ന് പോലീസ് പറയുന്നു. കേസിൽ കൂടുതൽ പ്രതികൾ ഉണ്ടാകാനുള്ള സാധ്യതയും പോലീസ് തള്ളിക്കളയുന്നില്ല. എനിക്ക് പറ്റിച്ച് ജീവിക്കാൻ അറിയുള്ളൂ. അത് എന്റെ മിടുക്ക്. പറ്റിക്കാനായിട്ട് നീക്ക് നിന്നിരുന്നത് എന്തിനാണ്? എനിക്ക് പറ്റിച്ച് ജീവിക്കാനേ അറിയുകയുള്ളൂ. അത് എന്റെ മിടുക്ക്. പറ്റിക്കാനായി നിങ്ങൾ നിന്നു തരുന്നത് എന്തിനാണ്? പണം തിരികെ ചോദിച്ചയാളോട് കാർത്തിക പ്രതി പറഞ്ഞ വാക്കുകളാണിത്. മേലാൽ മെസ്സേജ് അയക്കരുതെന്നും ഭീഷണിയുടെ സ്വരത്തിൽ യുവതി പറയുന്നു. അതെ, ഞാൻ പറ്റിക്കാൻ വേണ്ടിയിട്ടാണ്. എന്തേ താൻ കൂടുന്നുണ്ടോ? ആയോ, ഞാൻ സ്ഥലം പറഞ്ഞുതരാം. ഒരു സൈഡ് മാത്രം കേട്ടിട്ട് ഉണ്ടാക്കാൻ വേണ്ടിട്ട് താൻ നിക്കരുത് കേട്ടോ. ഇത്രയും നാളെ ഞാൻ പ്രതികരിച്ചില്ല എന്ന് പറഞ്ഞിട്ട് എന്റെ മെക്കട്ടോട്ട് ആവശ്യമില്ലാത്ത കോണയം കൊണ്ട് വന്നിട്ടുണ്ടല്ലോ. ഏതവനാണെങ്കിലും പറയാനുള്ളത് ഇനി അണ്ണാക്കിലടിച്ച് ഞാൻ തരും. ജോലി കിട്ടാതായതോടെ പണം തിരികെ ചോദിച്ചവരെയാണ് കാർത്തിക ഭീഷണിപ്പെടുത്തിയിരിക്കുന്നത്. ഇതിനായി കൊട്ടേഷൻ സംഘങ്ങളെയും കാപ്പ കേസ് പ്രതികളെയും ഉപയോഗിച്ചിരുന്നതായാണ് പോലീസ് നൽകുന്ന വിവരം. അതിനാൽ കേസിൽ കൂടുതൽ പ്രതികൾ ഉൾപ്പെടാനുള്ള സാധ്യതയുണ്ട്. പത്തനംതിട്ട സ്വദേശിനിയും കൊച്ചി പുല്ലേപ്പടിക്ക് സമീപത്തെ ടേക്ക് ഓഫ് ഓവർസീസ് എഡ്യൂക്കേഷണൽ കൺസൾട്ടൻസി ഉടമയുമായ കാർത്തിക പ്രദീപിനെ കഴിഞ്ഞ ദിവസമാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. വിദേശത്ത് ജോലി വാഗ്ദാനം ചെയ്ത് സ്ത്രീകളടക്കം നിരവധി പേരിൽ നിന്ന് യുവതി പണം തട്ടിയെന്നാണ് പരാതി. ഡോക്ടറാണെന്ന് അവകാശപ്പെട്ടാണ് കാർത്തിക പ്രതി പരിചയം സ്ഥാപിച്ചിരിക്കുന്നത്. ജോലി വാഗ്ദാനങ്ങളുമായി സമൂഹ മാധ്യമങ്ങളിലൂടെയും പാതയോരങ്ങളിൽ വലിയ ബോർഡുകൾ സ്ഥാപിച്ചും പരസ്യം ചെയ്തിരുന്നു. തട്ടിയെടുത്ത പണം ഉപയോഗിച്ച് ആഡംബര ജീവിതം നയിക്കുകയാണ് പ്രതി ചെയ്തതെന്നും ഇവരുടെ ബാങ്ക് അക്കൗണ്ടുകൾ പരിശോധിച്ചു വരികയാണെന്നും പോലീസ് പറഞ്ഞു. ഇൻസ്റ്റഗ്രാമിലും സജീവമായിരുന്നു കാർത്തിക. ഇവർക്ക് ഇൻസ്റ്റഗ്രാമിൽ 13,000-ഓളം ഫോളോവേഴ്സുമുണ്ട്. മിക്ക ദിവസവും ഇൻസ്റ്റഗ്രാമിൽ പുതിയ ചിത്രങ്ങളും റീൽസുകളും ഇവർ പോസ്റ്റ് ചെയ്തിരുന്നു. സാമ്പത്തിക തട്ടിപ്പിൽ കേസെടുത്തതിന് പിന്നാലെ ഒളിവിൽ പോയ കാർത്തികയെ കഴിഞ്ഞ ദിവസം രാത്രി കോഴിക്കോട് നിന്നാണ് എറണാകുളം സെൻട്രൽ പോലീസ് പിടികൂടിയത്. എറണാകുളം സെൻട്രൽ സ്റ്റേഷന് പുറമെ കോഴിക്കോട്, വടകര, തൃശൂർ എന്നിവിടങ്ങളിലെ പോലീസ് സ്റ്റേഷനുകളിലും യുവതിക്കെതിരെ കേസുകളുണ്ട്. കാർത്തിക പിടിയിലായ വാർത്ത പുറത്തുവന്നതോടെ ഇവർക്കെതിരെ കൂടുതൽ പേർ പരാതികളുമായി രംഗത്തെത്തി. ന്യൂസ് ഡെസ്ക്, News 18.